നമസ്കാരം. ആത്മജ്യോതി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നാം ശാക്ത പരമ്പരയിലെ അത്യന്തം ശക്തിയുള്ള ദേവീസ്തോത്രങ്ങളിലൊന്നായ ഭദ്രകാളി ദേവീസ്തോത്രത്തെക്കുറിച്ചാണ് കേൾക്കുവാൻ പോകുന്നത്. അമ്മയുടെ കൃപ ലഭിക്കുവാനും ഭയങ്ങൾ മാറുവാനും ജീവിതത്തിൽ ധൈര്യവും സംരക്ഷണവും വളരാനും ഈ സ്തോത്രം അത്ഭുത പ്രഭാവം പുലർത്തുന്നു. അവസാനം ആത്മീയവും ശാസ്ത്രീയവുമായ ഗുണങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാം. ഈ വീഡിയോ നമ്മുടെ പ്രിയപ്പെട്ട ഒരു പ്രേക്ഷകൻ്റെ പ്രത്യേക അഭ്യർത്ഥനയെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയതാണ്. മറ്റേതെങ്കിലും വിഷയം നിങ്ങൾക്ക് വീഡിയോ ആയി വേണമെങ്കിൽ ദയവായി കമൻറ്റിൽ എഴുതുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ്. ഭദ്രകാളി എന്നത് സൗമ്യതയും ഉഗ്രതയും ഒരുമിച്ച് കൈവശമുള്ള ദേവിയുടെ രൂപമാണ്. മാതാവ് മഹാകാളിയുടെ ശാന്ത സ്വഭാവവും ദുഷ്ടശക്തികളെ നശിപ്പിക്കുന്ന അതിബലവും ഭദ്രകാളിയിൽ ഒരുമിക്കുന്നു. ഭക്തരുടെ സുരക്ഷയും സൗഭാഗ്യവും രോഗമുക്തിയും അമ്മയുടെ അനുഗ്രഹമായി ലഭിക്കുന്നു എന്നാണ് വിശ്വാസം. ഭദ്രകാളി സ്തോത്രം ജപിക്കുമ്പോൾ അത് 3 തലത്തിലുള്ള പ്രഭാവങ്ങൾ നൽകുന്നു. ഭയം, നെഗറ്റീവ് ചിന്തകൾ, അസുരക്ഷിത ബോധം എന്നിവ നീക്കി മനസ്സിന് ധൈര്യം വർദ്ധിപ്പിക്കുന്നു. ഭയം കുറയുന്നതോടെ ശരീരത്തിലെ നാഡീബലം ശരിയായ നിലയിലെത്തുന്നു. ഉറക്കക്കുറവ്, ആകുലത, അമിത ചിന്ത എന്നിവ കാര്യമായി കുറയുന്നു എന്നാണ് ഭക്താനുഭവങ്ങൾ. ജീവിതത്തിൽ ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നു. വീട്ടിൽ പോസിറ്റീവ് ഊർജം വർദ്ധിക്കുന്നു. ദൃഷ്ടി, ശാപം, നെഗറ്റീവ് എനർജി എന്നിവയിൽ നിന്നും രക്ഷ ലഭിക്കുന്നു. സ്തോത്രത്തിലെ ഓരോ ശബ്ദത്തിനും ഒരു പ്രത്യേക നാദശക്തിയുണ്ട്. അത് കേൾക്കുമ്പോൾ മനസ്സിന് ധൈര്യവും വ്യക്തതയും ജനിപ്പിക്കുന്നു. ഇനി ആത്മീയ ഗുണങ്ങളെക്കുറിച്ച് നോക്കാം. ഉള്ളിലെ ഭയം ദേവീശക്തിയായി മാറുന്നു. ഭദ്രകാളിയുടെ ഉഗ്രശക്തി ഭക്തൻ്റെ മാനസിക ബലം പ്രകടമായി വളർത്തുന്നു. ജപ ശബ്ദങ്ങൾ മാനസികമായ മലിനതകൾ നീക്കുന്നു. ഭദ്രകാളി കർമ്മവിഘ്നങ്ങൾ നീക്കം ചെയ്യുന്നു എന്ന് പുരാണങ്ങൾ പറയുന്നു. ഭദ്രകാളി അമ്മ വീട്ടിലെ ശാന്തിയും സൗഭാഗ്യവും വർദ്ധിപ്പിക്കുന്ന ദേവിയാണ്. ഇനി ശാസ്ത്രീയമായ ഗുണങ്ങളെക്കുറിച്ച് നോക്കാം. സ്തോത്രത്തിലെ നാദതരംഗങ്ങളുടെ പ്രഭാവം കൊണ്ട് മനസ്സിന് ശാന്തതയും വ്യക്തതയും വളർത്തുന്നു. മന്ത്രജപം ചെയ്യുമ്പോൾ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന സമ്മർദ്ദ ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയുന്നു. ഇത് ഉത്കണ്ഠ, ചിന്ത, ഭയങ്ങൾ എന്നിവ കുറയ്ക്കുകയും മനസ്സിനെ ശമിപ്പിക്കുകയും ചെയ്യുന്നു. സ്തോത്രം ഒരു താളത്തിൽ ജപിക്കുമ്പോൾ ഹൃദയമിടിപ്പ് നിശ്ചിത താളത്തിലാകുകയും ശരീരത്തെ ഒരു ശാന്താവസ്ഥയിലെത്തിക്കുകയും ചെയ്യുന്നു. മന്ത്രം ശബ്ദത്തോടെ ജപിക്കുമ്പോൾ ശരീരത്തിൽ എൻഡോർഫിൻ പോലുള്ള നല്ല ഹോർമോണുകൾ ഉയരുന്നു. ഇതുവഴി മനസ്സിന് ശക്തിയും ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കുന്നു. മന്ത്രത്തിൻ്റെ നാദതരംഗങ്ങൾ വായുവിലെ നെഗറ്റീവ് തരംഗങ്ങളെ തളർത്തുന്നു. പരിസരത്തിൽ പോസിറ്റീവ് ഊർജം നിറയ്ക്കുന്നു. ഇതിന് ശാസ്ത്രീയമായി ഓഡിയോ വൈബ്രേഷൻ ക്ലെൻസിംഗ് എന്ന പേരുണ്ട്. മന്ത്രജപശേഷം ശരീരത്തിൽ മെലാറ്റോണിൻ എന്ന ഉറക്ക ഹോർമോണിൻ്റെ ഉൽപ്പാദനം കൂടുന്നു. ഇതുവഴി ഗാഠമായ നല്ല ഉറക്കത്തിന് സഹായിക്കുന്നു. ഭദ്രകാളി സ്തോത്രം ഒരു സാധാരണ പ്രാർത്ഥനയല്ല. അത് സംരക്ഷണം, ധൈര്യം, സമൃദ്ധി എന്നിവ നൽകുന്ന ഒരു ദൈവീക ശബ്ദ ചികിത്സയാണ്. ഇന്നു മുതൽ എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ രാത്രി 3 മുതൽ 7 പ്രാവശ്യം ഈ സ്തോത്രം ജപിക്കുക. അമ്മയുടെ അനുഗ്രഹം മനസ്സിനും ജീവിതത്തിനും ശക്തി നൽകട്ടെ. അമ്മേ ശരണം, ദേവി ശരണം. കൂടുതൽ ആത്മീയ അറിവിനായി ആത്മജ്യോതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി. വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി.